ഹായ് ഫ്രണ്ട്സ്. ഈ ഗോൾഡൻ സൈപ്രസ് പ്ലാന്റിൻ്റെ നമ്മൾ അതിനെ റീപോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ മണ്ണിനോട് ചേർന്നിട്ട് നിൽക്കുന്ന ഈ കമ്പുകൾ നമ്മളെപ്പോഴും വെട്ടി മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ചെടിക്ക് ഫംഗസ് ഏൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ താഴെ ഭാഗത്തുനിന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടാണ്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വലുതായി വരുമ്പോഴേക്കും ഇത് താഴെ നിന്ന് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും. അപ്പോൾ അത് മാക്സിമം നമ്മളിങ്ങനെ ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കമ്പുകൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ആ താഴെയുള്ള ഭാഗം ഇങ്ങനെ ഒരു വടി പോലെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ താഴ്ഭാഗത്തു നിന്ന് ഇങ്ങനെ കമ്പ് ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിക്കളയുക. അവിടെ താഴ്ഭാഗം ബുഷിയാക്കാതെ നോക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കരിയാതെ കുറേ നാൾ നല്ലൊരു പ്ലാന്റായിട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് തന്നെ അത് നിന്നോളും. പിന്നെ ഇത് നന്നായിട്ട് നല്ല വെയിലുള്ള ഏരിയയിലേക്ക് വെക്കുക. ഇതൊക്കെയാണ് ഗോൾഡൻ സൈപ്രസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റായി നല്ല വലുതായി വരാനുള്ള ടിപ്സുകൾ. പിന്നെ ഈ പ്ലാന്റ്സ് നമ്മൾ നനയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഇങ്ങനെ കുളിപ്പിക്കുന്ന പോലെ മുകളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ അത് ഈ ചെടികളുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിന് ഇതൊക്കെ നല്ലതാണ്. എപ്പോഴും അതുമെല്ലെപ്പോഴും പൊടികളൊക്കെ ഇങ്ങനെ തടഞ്ഞ് നിൽക്കുന്നതൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മളിതുപോലെ നനയ്ക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കുളിപ്പിക്കുന്ന പോലെ അതിൻ്റെ മുകളിൽ നിന്ന് തൊട്ടിങ്ങനെ വെള്ളം തെറിപ്പിച്ച് നനയ്ക്കുക.